നീ പ്രോബ്ലം കാരണം കൊണ്ട് ടവല് റോൾ ചെയ്തിട്ട് നീന്റെ അടിയിൽ വെച്ചിട്ട് കാല് പ്രസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എത്ര കൊല്ലമായിട്ടാണ് ആ ടവൽ പ്രസ് എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്? അത് മിക്കവാറും തേയ്മാനം, നമ്മുടെ മുട്ടിന്റെ ഉൾഭാഗത്ത് ഒരു പെയിൻ വന്നിട്ട് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു പെയിൻ കില്ലർ അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് നമ്മൾ അത് യൂസ് ചെയ്തു, 1 വീക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു എക്സസൈസ്, ഒരു ചാർട്ട് തന്നു നിങ്ങൾക്ക്. ആ ചാർട്ടിൽ ഈ ഒരു എക്സസൈസും കൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് റീസെന്റ് വന്ന ഒരു എക്സാമ്പിൾ ആണ് ദാറ്റ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ആ ചാർട്ട് മാത്രമാണ് എക്സസൈസ് ചെയ്യുന്നത്, എന്നിട്ട് എന്റെ പെയിൻ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾക്കിപ്പോ ഈ ബൈസെപ്സ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കിലോ വെച്ച് ഞാൻ കേൾസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളത് 2 കിലോ ആക്കണം, 3 കിലോ ആക്കണം. പ്രോഗ്രഷൻസ് വരണം. ലൈഫ് ലോങ് അല്ലെങ്കിൽ 5 കൊല്ലമായിട്ട് ഞാൻ 1 കിലോ വെച്ച് ബൈസെപ്സ് കേൾസ് മാത്രമാണ് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഈ ഒരു പ്രോഗ്രഷൻ ഉള്ളത്? ആ ഒരു തിരിച്ചറിവ് ഇല്ലാണ്ടാവുമ്പോഴാണ് പലതും മിസ്യൂസ് ആയി പോണേ. നമ്മൾ മെഡിസിൻ കഴിച്ചു, പെയിൻ കുറഞ്ഞു. പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ എക്സസൈസ് ചെയ്തുകൊണ്ടാണ് പെയിൻ കുറഞ്ഞത്, അത് കാരണം കൊണ്ട് എനിക്ക് ഇത് ലൈഫ് ലോങ് ഈ എക്സസൈസ് ചെയ്യുന്നത്. അതല്ല, പെയിൻ കില്ലർ അതിന്റെ കൂടെ കഴിക്കുന്നുണ്ട്, ആൻഡ് ഇൻഫ്ലമേറ്ററി ഡ്രഗും കൂടി കഴിക്കുന്നുണ്ട്. അത് കഴിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റും ഒരു പ്ലാസിബോ എഫക്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു എക്സസൈസ് കൂടി കുറച്ച് തരും. അത് 1, 2, 3 മാസം ചെയ്ത് കഴിയുമ്പോൾ മെഡിസിൻ കഴിച്ചതിന്റെ എഫക്റ്റും അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ദാറ്റ് പെയിൻ ജനറേറ്റ് ചെയ്യുന്നതും. പേഷ്യന്റ് എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കാതെ ഒരേ എക്സസൈസ് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്കിന്റെ മുകളിലോട്ട് ചെയ്യാതിരിക്കുക. അതിന് പ്രോഗ്രഷൻ വേണം, എന്നാലാണ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ.